Good morning, students. Welcome back to the class. Okay. അപ്പൊ എല്ലാരും റെഡി അല്ലേ? റെഡി അല്ലേ ക്ലാസ്സിന്? യെസ്, ഗുഡ്. പിന്നെ ഒരു കാര്യം, നിങ്ങൾ സിലബസ് കണ്ടായിരുന്നോ? ടീച്ചർ കഴിഞ്ഞ ദിവസം ഗ്രൂപ്പിൽ ഇട്ടിട്ടുണ്ടായിരുന്നു നമ്മുടെ എക്സാമിന് ഏതൊക്കെ പാഠങ്ങളാന്നുള്ളത്. നിങ്ങൾ കണ്ടിരുന്നോ? കണ്ടില്ലേ ഷിഫാന? ടീച്ചർ ഇന്നലെ ഇട്ടായിരുന്നല്ലോ, മിസ് ഇന്നലെ ഇട്ടിട്ടുണ്ടായിരുന്നു. നമുക്കിപ്പോ 2 പാഠം കഴിഞ്ഞു അല്ലേ? 1-ാം പാഠവും 2-ാം പാഠമാണ് നമുക്ക് എക്സാമിനുള്ളത് കേട്ടോ. August 3rd മുതൽ നമ്മുടെ എക്സാം ആണ്, നിങ്ങൾ അറിഞ്ഞില്ലേ? അതറിഞ്ഞില്ലേ? അറിഞ്ഞോ? അപ്പോ എഴുതി വെച്ചോ. ഇന്നലെ തന്നെ എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ കുഴപ്പമില്ല, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇന്ന് തന്നെ നിങ്ങളിപ്പോ എഴുതി വെച്ചോ. EVSന്റെ 1-ാം പാഠവും 2-ാം പാഠവുമാണ് നിങ്ങൾ പഠിക്കേണ്ടത് കേട്ടോ. നന്നായിട്ട് ലെസൺ വായിക്കണം. ലെസന്റെ അകത്ത് നിന്ന് ക്വസ്റ്റ്യൻ ഉണ്ടാവും. ആ എക്സസൈസിന്റെ ഭാഗത്തുള്ള ക്വസ്റ്റ്യൻ മാത്രം പഠിച്ചിട്ടിരിക്കരുത്. ലെസൺ നന്നായിട്ട് വായിക്കുക. 1 വേർഡ്സ് ഉണ്ടാവും കേട്ടോ. 1 വേർഡ്സ് കൂടുതൽ ഉണ്ടാവും പരീക്ഷയ്ക്ക്. അപ്പൊ നന്നായിട്ട് ലെസൺ വായിക്കണം കേട്ടോ. ഒന്നാം പാഠവും 2-ാം പാഠവും നന്നായിട്ട് വായിച്ച് ലെസൺ നന്നായിട്ട് വായിക്കണം. കുറെ പ്രാവശ്യം വായിച്ച് അതിന്റെ 1 വേർഡ്സ് ഒക്കെ നിങ്ങൾ തന്നെ കണ്ടുപിടിച്ച് അണ്ടർലൈൻ ചെയ്ത് അങ്ങനെ പഠിക്കണം കേട്ടോ. എങ്കിലേ മിസ് ക്വസ്റ്റ്യൻ തരുമ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് ആൻസർ ചെയ്യാനായിട്ട് സാധിക്കത്തുള്ളൂ. എല്ലാവരും കേട്ടില്ലേ ഏതൊക്കെ പാഠങ്ങളാന്നുള്ളത് പഠിക്കേണ്ടത് എക്സാമിന്? 1-ാം പാഠവും 2-ാം പാഠവും. പിന്നെ ടീച്ചർ ഗ്രൂപ്പിൽ ഇടൂല കേട്ടോ. Yesterday already I had given in the group. Again I will not post. Okay. Yeah. So you should get ready very well. You should read the lessons many times. Okay. Find out the 1 words. Okay. So നമുക്ക് ക്ലാസ് കണ്ടിന്യൂ ചെയ്താലോ? നമ്മുടെ 3-ാം പാഠം കണ്ടിന്യൂ ചെയ്താലോ നമുക്ക്? റെഡി അല്ലേ? Are you ready? Okay. Yes. So what will we studying in the 3rd chapter? 3rd chapter, we were learning about uses of plants. Yeah. What are the uses? What all things do we get from these plants? Okay. Do we have anything? Do we get anything good from these plants? Is there any use with these plants? All those things we are going to see in this chapter. Okay. So the first point we saw that plants give us food. Another point we learned plants give us food. We get food from our plants. Yeah, and we told that we eat the leaves of some plants, the stem of some plants, and the roots of some plants. All these we use as food. ചില പ്ലാന്റ്സിന്റെ വേര് നമ്മൾ കഴിക്കും, ചിലതിന്റെ ഇലകൾ കഴിക്കും, ചിലതിന്റെ തണ്ടുകൾ കഴിക്കും. അപ്പൊ അങ്ങനെ പറയുമ്പോ all the parts of a plant are used by us. ഒരു പ്ലാന്റിന്റെ എല്ലാ ഭാഗങ്ങളും നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. Okay, that's all what we saw about the point plants give us food. പിന്നെ next point is plants give us wood. First one was food. Second one is wood. What is wood means? WOOD, wood. Tadi, tadi. Yeah. Pencils, chairs, tables, doors, and windows are made from wood. So what all things are made by wood? From where do we get the wood? Yeah, we get wood from plants. So you look when you look around your house, you may see many furniture in your house. So all these furnitures are made from with wood. And then this wood we get from the plants. Do you follow me? മനസ്സിലാവുന്നുണ്ടോ? Yes. Shifana, മനസ്സിലാവുന്നുണ്ടോ Shifana? Okay, good. Okay.
അപ്പൊ നമ്മൾ പറഞ്ഞ എന്താണ്, നമുക്ക് പ്ലാന്റ്സിൽ നിന്ന് നമുക്ക് വുഡ് കിട്ടുന്നെന്ന് പറഞ്ഞു അല്ലെ. നമ്മുടെ വീട്ടിൽ നമ്മൾ നോക്കി, നമ്മുടെ വീട്ടിൽ കുറെ ഫർണിച്ചേഴ്സ് ഉണ്ട് അല്ലെ. അപ്പോ മരം കൊണ്ടുണ്ടാക്കിയ ഫർണിച്ചേഴ്സ് നമ്മുടെ വീട്ടിലുണ്ട്. അപ്പൊ അതൊക്കെ നമുക്ക് എവിടെ നിന്നാണ് വരുന്നത്? ഫ്രം ദ പ്ലാന്റ്സ് അല്ലെ. അതാണ് പറയുന്നത്. പെൻസിൽസ്, നമ്മൾ യൂസ് ചെയ്യുന്ന പെൻസിൽ ഇല്ലേ, അതിന്റെ ഭാഗം എന്താണ്? വുഡ് ആണ് അല്ലെ. പെൻസിൽസ്, ചെയർസ്, പ്ലാസ്റ്റിക് ചെയർസ് അല്ല, അല്ലാതെ വുഡൻ ചെയർ will be there in your house. Tables, doors and windows are made from wood. Plants also give us firewood for cooking. Yeah, have you heard the word firewood? Have you heard the word firewood? Firewood എന്ന് കേട്ടിട്ടുണ്ടോ നിങ്ങള്? എന്താണ് firewood എന്ന് പറഞ്ഞ? നമ്മുടെ അമ്മമാര് കിച്ചണിൽ യൂസ് ചെയ്യുന്നതല്ലേ വിറക് അല്ലേ. വിറക് കത്തിച്ച് ചോറൊക്കെ വെക്കാൻ വിറക് കത്തിക്കൂലേ അടുപ്പില്ല? Yeah, that is called firewood. അപ്പൊ ഈ വിറക് നമുക്ക് കിട്ടുന്നത് എവിടെ നിന്നാണ്? പ്ലാന്റ്സിൽ നിന്നാണ്. Okay. Yeah. Once again, look at the same paragraph. Plants give us wood. Pencils, chairs, tables, doors, and windows are made from wood. Plants also give us firewood for cooking. So, the second point is that plants give us wood. അതിനകത്ത് നമ്മൾ പറഞ്ഞു, നമ്മുടെ വീട്ടിൽ നമ്മൾ യൂസ് ചെയ്യുന്ന പല വസ്തുക്കളും വുഡിൽ നിന്നാണ് ഉണ്ടാക്കിയിട്ടുള്ളതെന്ന്. പിന്നെയോ നമ്മുടെ വീട്ടിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ഫയർവുഡ്. Okay, that also we get from the plants. So now the third point, plants give us fibers. നാരുകൾ അല്ലേ. Plants give us fibers. Plants give us fibers. Fiber from the cotton plant is used to make cloth. Cotton പ്ലാന്റിലുള്ള ഫൈബർ, അതിന്റെ നാരുകളാണ് എന്തിന് യൂസ് ചെയ്യുന്നത്? ക്ലോത്ത് ഉണ്ടാക്കാനായിട്ട് യൂസ് ചെയ്യുന്നത്. Fiber from the jute plant is used to make sacks, ropes and mats. അപ്പൊ ജൂട്ട് പ്ലാന്റിന്റെ ഫൈബേഴ്സ് കൊണ്ടാണ്, അതിന്റെ നാരുകളും കൊണ്ടാണ് എന്തുണ്ടാക്കുന്നത്? സാക്സ്, റോപ്സ് ആൻഡ് മാറ്റ്സ് അല്ലെ. സാക്സ് കണ്ടിട്ടില്ലേ? സാക്സ്, റോപ്സ് ആൻഡ് മാറ്റ്സ്. അപ്പോ this is what we said in the third point. Plants give us fibers. In the first point we saw plants give us food. Second one was that plants give us wood. Now the third one, plants give us fibers. We need fibers, right? Yeah, the fibers from the cotton plant is used to make cloth, right? We need cloth. And then fibers from the jute plant is used to make sacks, ropes and mats. Okay, ഈ 3 points നിങ്ങൾക്ക് മനസ്സിലായോ? മനസ്സിലായോ മക്കളെ? മുഹമ്മദ് അഫ്ലാഹിന് മനസ്സിലായി, എറിക്കിന് മനസ്സിലായി, ഇഫ്ര ഫാത്തിമയ്ക്ക് മനസ്സിലായി, ജുവലിന് മനസ്സിലായി, അമാനയ്ക്ക് മനസ്സിലായി, ഷിഫാനിക്ക് മനസ്സിലായി, അനീറ്റ ഫിലിപ്പിന് മനസ്സിലായി, ഹന്നയ്ക്ക് മനസ്സിലായി. ഹൈഫ മെഹ്റീൻ മോക്ക് മനസ്സിലായില്ലേ മോളെ? ഹൈഫ, പ്ലീസ് അൺമ്യൂട്ട്. അൺമ്യൂട്ട് ചെയ്തേ ഹൈഫ. അപ്പൊ നമുക്ക് കുറച്ച് സിമ്പിൾസ് ഇല്ലേ? എന്താ നമ്മുടെ സിമ്പിൾസ് യൂസ് ചെയ്യാത്ത? നമ്മള് യെസ് പറയും, മനസ്സിലായി എന്നൊക്കെ പറയുമ്പോ തമ്പ് കാണിക്കുക അല്ലേ. ആൻഡ് ദെൻ ഇഫ് ഇറ്റ് ഈസ് നോ ദെൻ ഇങ്ങനെ കാണിക്കുക. എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ ഇങ്ങനെ കാണിക്കുക. നമ്മുടെ ഈ സിമ്പിൾസ് മറന്നു പോകരുത് കേട്ടോ. And then sacks, ropes and mats are made from the fibers of the jute plant. ഇനി നമുക്ക് നമ്മുടെ ഫോർത്ത് പോയിന്റിലേക്ക് നോക്കിയേ. Plants give us medicines അല്ലേ. Plants give us medicines. കിട്ടുന്നുണ്ടോ നമുക്ക് മെഡിസിൻസ് ഏതെങ്കിലും പ്ലാന്റിൽ നിന്ന്? നമുക്ക് നോക്കാം പാരഗ്രാഫിൽ. Medicines are made from certain plants. Yeah, tulsi leaves are used
to cure cold and coughs. അപ്പോൾ ചില പ്ലാന്റ്സിന്റെ ഇലകളിൽ നിന്ന് നമുക്ക് എന്ത് കിട്ടുന്നുണ്ട്? മെഡിസിൻസ് കിട്ടുന്നുണ്ട് അല്ലെ? മെഡിസിൻസ് ഒക്കെ നമ്മൾ ഉപയോഗിക്കുന്നുണ്ട് വീട്ടില്. അപ്പൊ തുളസി പ്ലാന്റ് നിങ്ങൾക്ക് നല്ല ചുമയും ജലദോഷവും ഒക്കെ ഉള്ളപ്പോ തുളസിയുടെ ഇല അമ്മ പിഴിഞ്ഞു തരുവോ അല്ലെ? അതുകൊണ്ടൊരു കഷായം ഉണ്ടാക്കി തരുവൊക്കെ ചെയ്യും അല്ലെ? അപ്പൊ തുളസി ലീവ്സ് ഫ്രം ദ തുളസി പ്ലാന്റ് ഈസ് യൂസ്ഡ് ടു ക്യൂർ കോൾഡ് ആൻഡ് കഫ്സ് അല്ലെ? ചുമയും ജലദോഷവും ഒക്കെ വരുമ്പോ അതിന് മരുന്നായിട്ട് തുളസിയുടെ ഇല യൂസ് ചെയ്യുന്നുണ്ട്. Then medicines are also made from neem, amla and eucalyptus trees. അപ്പോ നീം പ്ലാന്റ് അല്ലെ? നീം ട്രീയുടെയും അമല ട്രീയുടെയും അതുപോലെ യുക്കാലി മരം അല്ലെ? യുക്കലിപ്സിന്റേതും നമ്മൾ മെഡിസിൻ ആയിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോ എന്താണ് നമ്മൾ പറഞ്ഞത്? ലാസ്റ്റ് പാരഗ്രാഫ് ഇപ്പൊ പറഞ്ഞത് പ്ലാന്റ്സ് ഗിവസ് മെഡിസിൻസ് അല്ലെ? നിങ്ങൾ എല്ലാവരും യൂസ് ചെയ്തിട്ടുണ്ടാവും തുളസിയുടെ ലീവ്സ് അല്ലെ? നിങ്ങൾക്ക് ജലദോഷം പനിയൊക്കെ വരുമ്പോ അമ്മമാര് പ്രയോഗിക്കുന്ന ഫസ്റ്റ് മരുന്നാണത്. ഓക്കെ, അപ്പോ മെഡിസിൻസ് ആർ മെയ്ഡ് ഫ്രം സർട്ടൻ പ്ലാന്റ്സ്. Tulsi leaves are used to cure cold and coughs. Medicines are also made from neem, amla and eucalyptus trees. Okay, is that clear? Okay. Then at the page നോക്കിക്കേ. Plants give us paper, rubber and gum. Next page, page number 136. Plants give us paper, rubber and gum. അല്ലെ? നമ്മൾ യൂസ് ചെയ്യുന്ന കാര്യങ്ങൾ ഇതൊക്കെ അല്ലേ? Yeah. Paper is made from the bamboo plant. Bamboo plant നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ബാംബു അല്ലേ? ബാംബു കൊണ്ട് അറിയാം ഒരുപാട് സംഭവങ്ങൾ ഇപ്പൊ നമ്മുടെ വീടുകളിലൊക്കെ കാണും. അതുകൊണ്ട് ചെയേഴ്സ് അതുകൊണ്ട് പല സംഭവങ്ങളൊക്കെ ഉണ്ടാക്കുന്നുണ്ട് ഇപ്പം ബാംബു ട്രീ കൊണ്ട്. അവിടെ പിക്ചർ കൊടുത്തിട്ടുണ്ട്. Then rubber is made from the juice of the rubber tree. റബ്ബർ കാണാത്തവരുണ്ടാവില്ലല്ലോ അല്ലേ? Rubber is made from the juice of the rubber tree. റബ്ബർ പാല്. Then gum is made from the juice of the hickory tree. അപ്പൊ ഗം നമ്മൾ ഒട്ടിക്കുന്ന പശ അല്ലെ? അതുണ്ടാക്കുന്നതും ഈ റബ്ബർ പാല് പോലെ തന്നെ ഉള്ള ഒരു കീക്കർ എന്ന് പറയുന്ന ട്രീയുടെ എന്താണ് ജ്യൂസ് കൊണ്ടാണ് ഈ ഗം ഉണ്ടാക്കുന്നത്. അപ്പൊ എന്താ നമ്മൾ പറഞ്ഞത്? പ്ലാന്റ്സ് ഗിവ് us എന്തെല്ലാം സാധനങ്ങള്? പേപ്പർ, റബ്ബർ ആൻഡ് ഗം അല്ലേ? So paper is made from the bamboo plant. Paper ഉണ്ടാക്കുന്നത് ബാംബു പ്ലാന്റിൽ നിന്നാണ്. Then rubber is made from the rubber tree. Rubber tree നിന്നാണ് റബ്ബർ ഉണ്ടാക്കുന്നത്. Then gum is made from the hickory tree. Hickory tree നിന്നാണ് ഗം ഉണ്ടാക്കുന്നത്. Okay. Then look at the next point. Plants give us oil. അല്ലേ? പ്ലാന്റ്സിൽ നിന്ന് നമുക്ക് ഓയിൽ ലഭിക്കുന്നുണ്ട്. Oil is made from seeds, nuts and fruits. അല്ലെ? ചില പ്ലാന്റ്സിന്റെ വിത്തുകളിൽ നിന്ന് ചിലതിന്റെ ഫ്രൂട്ട്സിൽ നിന്നും ഒക്കെ എന്തുണ്ടാക്കുന്നുണ്ട്? ഓയിൽ ഉണ്ടാക്കുന്നുണ്ട്. We cook food in oil. Oil also used to make soaps. അല്ലെ? നമ്മുടെ കിച്ചണില് നമ്മുടെ അമ്മമാര് അല്ലെ നമുക്ക് ഫുഡ് ഉണ്ടാക്കുമ്പോ അവര് ഓയിൽ യൂസ് ചെയ്യുന്നുണ്ട് അല്ലെ? അതുപോലെ തന്നെ പറയുന്നത് സോപ്പ്, നമ്മൾ ഉപയോഗിക്കുന്ന സോപ്പ് അത് ഉണ്ടാക്കുന്നതിനും എന്ത് യൂസ് ചെയ്യുന്നുണ്ട്? ഓയില് യൂസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായോ? Yes. Now let me take your attendance. Okay. Jewel Maria. Jewel Maria Muhammad Aflah. Kulian. Shifana Fatima. Hiba Fatima.
Ifa Fatima. Anagha Suresh. Adway Diyu. Farha Fatima. Okay, madam. Anson K. Ajit. Ajit Joseph. Tessa Maria. Muhammad Shan. Muhammad. അവന്റെ ഫുൾ നെയിം എങ്ങനെയായിരുന്നു? അൺമ്യൂട്ട് ചെയ്തേ മോനെ. ഷസാദ്. ഓക്കെ. അമന്ന രാജേഷ്. മിൻഹാജ്. ശ്രീഹരി കെ ബി. മുഹമ്മദ് നഫീഫ്. അനീറ്റ ഫിലിപ്പ്. ഹന്ന. മുഹമ്മദ് ടി. എറിക്. ഷിഫാന ഫാത്തിമ. ഹൈഫ മെഹറിൻ. Okay, then who will read that chapter? When if you read that lesson from the beginning, who will read? Yeah, Amana Rajesh, please unmute. വായിക്കും ആദ്യം വന്ന് വായിക്കും. Uses of plants. Plants are our plants. Plants are our friends. They are useful to us in many ways. Plants give us food. Plants give us fruits, vegetables, and nuts. We get food from the roots, stem, and leaves of plants. Plants give us cereals and pulses. Okay, enough. Seeds Okay, next, who will read the next? Yeah, Shifana, please unmute. Plants gives us cereals and pulses. Seeds of plants such as wheat, rice, and maize are called cereals.
Seeds such as Uriel, dal, dal and masoor dal are called pulses. Cereals and pulses are called food grains. Plants give us spices that make our food tasty. We also get tea, coffee, and sugar from plants. Okay. Plants give us food. Plants, pencil, chairs, tables, doors, and windows are made from wood. Plants also give us firewood for cooking. Plants give us fibers. Plants give us fiber from the cotton plant is used to make cloth. Fibers. Fibers from The jute plant is used to make sacks, ropes, and mats. Plants give us medicines. Medicines are made from certain plants. Tulsi leaves are used to cure and cups. medicines are also made from neem, amla, and eucalyptus trees. Plants give us paper, rubber, and gum. Paper is made from the bamboo plant. Rubber is made from the juice of the rubber trees. Gum is made from the juice of the kikar tree. Plants give us oil. Oil is made from seeds, nuts, and fruits. We cook food in oil. Oil is also used to make soaps. Good. നന്നായിട്ട് വായിച്ചു കേട്ടോ. Good. Niara, who will read the next? Jewel. Okay, Jewel, please unmute. ആദ്യം മുതൽ. Cereals and pulses. Seeds of plants such as wheat, rice, and maize are called cereals. Seeds such as urd dal, moong dal, and masoor dal are called pulses. Cereals and pulses are called food grains. Plants give us spices that make for food tasty. We also get tea, coffee, and sugar from plants. Plants give us wood, pencil, chairs, tables, doors, and windows are made from wood. Plants also give us firewood for cooking. Plants give us fibers. Plants give us fibers. Fiber from the cotton plant is used to make cloth. Fiber from the jute plant is used to make socks, ropes, and mats. Sacks ആട്ടോ. SSCK socks അല്ല sacks.
Okay. Thank you. Plants plus medicine. Medicines are made from certain. Certain. plants. Tulsi leaves are used to cure cold and coughs. Medicines are also made from neem, amla, and Eucalyptus. Trees. Plants give us paper, rubber, and gum. Paper is made from the bamboo plant. Rubber is made from the juice of the rubber tree. Gum is made from the juice of the hickory tree. Tree. Okay. Good. നന്നായിട്ട് വായിച്ചു കേട്ടോ. ഓക്കെ, അപ്പോ ഈ ലെസണിൽ നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ പഠിച്ചു ആദ്യം അല്ലേ? എന്താണ് പ്ലാന്റ്? വാട്ട് ഓൾ തിങ്സ് ഡു വി ഗെറ്റ് ഫ്രം ദ പ്ലാന്റ്സ് ആസ് എ ഹോൾ? എത്ര കാര്യങ്ങൾ നമ്മൾ പഠിച്ചത്? പ്ലാന്റ്സ് ഗിവ് us food, plants give us wood, plants give us fibers, plants give us medicines, plants give us paper, rubber and gum, plants give us oil. 6 points ഇപ്പൊ നമ്മൾ പഠിച്ചു അല്ലേ? Okay, then yeah, what do you call food grains? എന്താണ് food grains എന്ന് പറഞ്ഞാൽ? What do you know about food grain? Food grain എന്ന് പറഞ്ഞ grains എന്ന് പറഞ്ഞാൽ എന്താണ് നമ്മൾ പഠിച്ചത്? Yeah, cereals and pulses. രണ്ടിനെ ഒന്നിച്ചാണ് നമ്മൾ cerealsനെയും pulsesനെയും together we call them as food grains. പിന്നെയോ wheat, rice and maize are called cereals. പിന്നെ urud dal, moong dal and masoor dal, these are called pulses. പിന്നെ നമ്മൾ പഠിച്ചത് എന്താണ്? We get tea, coffee and sugar from plants. Then the pencil we use at the table, chairs, door, all the furnitures in your home, all these are made from wood. And also we get firewood, we use the firewood, that also we get from the plants. Again we said the fibers which we get from the plants is used to make cloth, and then the fiber from the cotton plant is used to make cotton clothes. Then fibers from the jute plant is used to make sacks, robes and mats. Then we saw some medicinal plants, we get medicine from plants. For example, we said tulsi leaves. Yeah. Tulsi leaves is used to cure cough and cold. Then the same way neem and amla and eucalyptus trees. Again we said we get paper from the bamboo plant, rubber from the rubber tree, and gum is from hickory tree. Again we said about oil, plants give us oil. We need oil to cook food, and also to prepare the soap we need oil. So these are the things we learned in this class. Apo once again I am reminding you about the exam. Next week you will be having exam. Okay, yeah. അപ്പോ പ്രിപ്പയർ വെൽ. ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് ചാപ്റ്റർ നന്നായിട്ട് വായിച്ചു ഒരുങ്ങി എക്സാമിന് റെഡി ആവുക. സ്പെല്ലിങ്സ് ഒക്കെ നന്നായിട്ട് പഠിക്കണം കേട്ടോ. വായിച്ച് പഠിച്ചാൽ പോരാ, അത് നന്നായിട്ട് എഴുതിയും കൂടെ പഠിക്കുക. ഓരോ നിങ്ങൾക്ക് ഡൗട്ട് വരുന്ന സ്പെല്ലിങ്സ് ഒക്കെ നന്നായിട്ട് എഴുതി പഠിച്ച് നല്ല റെഡി ആയിട്ട് എല്ലാരും ഫുൾ മാർക്ക് വാങ്ങില്ലേ? യാ, എല്ലാ വൺ വേർഡ്സും നന്നായിട്ട് പഠിക്കുക, എന്നിട്ട് ഫുൾ മാർക്ക് വാങ്ങുക. എന്താ ഷിഫാന, പ്ലീസ് അൺമ്യൂട്ട്. അത് പറഞ്ഞിട്ടില്ലല്ലോ. എക്സാമിന്റെ ടൈം ടേബിൾ നിങ്ങൾക്ക് തരും. എക്സാം തുടങ്ങുന്നത് ഓഗസ്റ്റ് 3 പറഞ്ഞിട്ടുണ്ടല്ലോ. ഫസ്റ്റ് ഏത് എക്സാം എന്നുള്ളതെല്ലാം നിങ്ങളെ അറിയിക്കും കേട്ടോ. അതിനു മുമ്പേ നിങ്ങൾ എല്ലാ ലെസൺസും എല്ലാം പഠിച്ചിരിക്കണം, എല്ലാ സബ്ജക്റ്റും പഠിക്കണം കേട്ടോ. ഓക്കെ, അതടിച്ചിട്ട് പറഞ്ഞ് നന്നായിട്ട് വായിച്ച് എഴുതി പഠിക്കുക. ഇനി എന്തെങ്കിലും ഡൗട്ട് നിങ്ങൾക്കുണ്ടോ എക്സാമിനെ സംബന്ധിച്ച്? EVSന്റെ എന്തിനെ കുറിച്ച്? എക്സാമിന്റെ ഡേറ്റ് അറിയില്ല, അത് അനൗൺസ് ചെയ്തിട്ടില്ല. സ്കൂളിൽ നിങ്ങളെ അനൗൺസ് ചെയ്ത് അറിയിക്കും. Okay. Okay then, our time is
going to finish. Okay, then shall we stop the class? Okay. അപ്പൊ നന്നായിട്ട് പ്രിപ്പയർ ചെയ്ത് മക്കളെല്ലാം നല്ല മാർക്ക് വാങ്ങണം കേട്ടോ. എല്ലാരും ഫുൾ മാർക്ക് വാങ്ങണേ. Okay, good. Bye. Okay.